പിണറായി സർക്കാരിന്റെ രണ്ടാം ഊഴം പരാജയമെന്ന് കാന്തപുരം വിഭാഗം മുഖപത്രം. പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ്. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ UDFന് തുണയായെന്നും സിറാജ് മുഖപ്രസംഗത്തിൽ പറയുന്നു. ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന്. മലയമ്മ, ആഭ്യന്തര വകുപ്പിന്റെ പരാജയമായാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ പരാജയമായി തന്നെ സിറാജ് മുഖപത്രം പറയുന്നു. അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഇടത് ചായ്വ് പല ഘട്ടങ്ങളിലും കാണിച്ചിട്ടുള്ളതാണ് കാന്തപുരം വിഭാഗം എന്ന് പറയുന്നത്. അവരുടെ മുഖപത്രമായ സിറാജിന്റെ എഡിറ്റോറിയലാണ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് UDFനെ തുണച്ചിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം ഊഴം എന്ന് പറയുന്നത് അത് ഒന്നാം ഊഴത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പരാജയമാണ് എന്ന് എടുത്തു പറയുന്നുമുണ്ട്. മറ്റൊന്ന്, പോലീസിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ള കാര്യവും കൂടി എഡിറ്റോറിയൽ രേഖപ്പെടുത്തുന്നു. പല ഘട്ടങ്ങളിലും മാവേലി സ്റ്റോറിലെ നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലായ്മ, വിലക്കയറ്റം നിയന്ത്രിക്കുന്ന വിഷയത്തിലുള്ള ഇടപെടൽ തുടങ്ങി എല്ലാത്തിലും ഫലപ്രദമായി ഇടപെടാൻ ഈ സർക്കാരിന് കഴിയാതെ പോയി എന്നുള്ള വിമർശനവും സിറാജിന്റെ ഈ എഡിറ്റോറിയലിലുണ്ട്. ഇത് രാഷ്ട്രീയമായി തന്നെ നോക്കിക്കാണേണ്ട ഒരു വിഷയവും കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ AP വിഭാഗത്തിന്റെ അടക്കം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നുള്ള നിലപാട് LDFന് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആ തരത്തിലുള്ള നീക്കുപോക്കുകളൊക്കെ തന്നെ പല കോണുകളിലും നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ വിമർശനത്തോടു കൂടിയുള്ള ഒരു എഡിറ്റോറിയൽ AP വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ വന്നിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ്. പിണറായി സർക്കാരിന്റെ രണ്ടാം ഊഴം സമ്പൂർണ്ണ പരാജയമാണെന്ന് പിണറായി ഇടതുപക്ഷവുമായി പൊതുവിൽ ചേർന്ന് നിൽക്കാറുള്ള കാന്തപുരം AP വിഭാഗം സംസ്ഥയ്ക്ക് നേതൃത്വം നൽകുന്ന കാന്തപുരം വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള സിറാജ് പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുകയാണ്. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.